നമസ്കാരം. വാർത്തകളുടെ ഒരു മഹാപ്രളയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് CPM കുറിച്ച് ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കേരള ഹൈക്കോടതിയിൽ നൽകി. കേരള ഹൈക്കോടതിയിൽ കരുവന്നൂർ ബാങ്ക് അട്ടിമറി കേസ് അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പ് കേസ് CPM നേതാക്കൾ ഉൾപ്പെട്ട കേസാണ്. ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇപ്പോൾ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന EDയോട് ഇതിൻ്റെ വിശദാംശങ്ങൾ കോടതി ആരാഞ്ഞത്. ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും എഴുതി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടായി ED കഴിഞ്ഞ ദിവസം ഹൈക്കോടതിക്ക് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിലാണ് കേരളത്തെ ഞെട്ടിക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും ഉള്ളത്. അതായത് കേരളത്തിൽ ഇതിനോട് അകം തന്നെ ഒരു കിംവദന്തി എന്ന രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൽ ചില കേരളം ശ്രദ്ധിക്കേണ്ട മറ്റ് പല കാര്യങ്ങളുമുണ്ട്. അതായത് CPM എന്ന പാർട്ടി, ആ പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ ഘടകം മാത്രമായി കഴിഞ്ഞ 10 വർഷം കൊണ്ട് 100 കോടി രൂപയുടെ കള്ളപ്പണം സമ്പാദിച്ചു എന്നാണ് ED ഈ റിപ്പോർട്ടിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ കള്ളപ്പണം സ്വരൂപിക്കുന്നതിനായി പാർട്ടി പലതരത്തിലുള്ള അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തു. ബാങ്കുകളിൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഇതുവഴിയെല്ലാം പണം സ്വരൂപിക്കുക. അതിനുശേഷം കേന്ദ്ര ഏജൻസികളോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അന്വേഷണം നടത്തി ട്രാക്ക് ചെയ്യാതിരിക്കാനായി ഈ ബാങ്ക് അക്കൗണ്ടുകൾ പൂട്ടുകയും ചെയ്തു എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അതായത് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കോടിക്കണക്കിന് രൂപ വന്നു കുമിയുകയായിരുന്നു. ഇത് ഏതൊക്കെ മാർഗങ്ങളിൽ നിന്നാണ് ഈ തുക എത്തിയത് എന്നും ED ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒന്ന്, പാർട്ടി ലെവി എന്ന പേരിൽ വിവിധ MP-മാരും MLA-മാരും മറ്റ് പ്രശസ്തരായ പാർട്ടി അംഗങ്ങളുമെല്ലാം പാർട്ടിക്ക് കൊടുക്കുന്ന ലെവി. ഈ ലെവിക്ക് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതായത് ഈ പറയുന്നവർ കൈക്കൂലിയായി വാങ്ങുന്ന, അഴിമതിയായി വാങ്ങുന്ന പണം, ആ പണത്തിൻ്റെ ഒരു അംശം എന്നും അർത്ഥമുണ്ട് ഈ പാർട്ടി ലെവി. അതോടൊപ്പം തന്നെ ഇലക്ഷൻ ഫണ്ട് എന്ന രൂപത്തിൽ കുറച്ച് തുക വന്നിട്ടുണ്ട്. അതിനു പുറമെ കമ്മീഷനായി കുറച്ച് തുകകൾ എത്തിയിട്ടുണ്ട്. ഈ കമ്മീഷൻ എന്ന് പറയുന്നത് കരുവന്നൂർ ബാങ്ക് പോലെയുള്ള പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിന്നും കോടികൾ ചില വൻകിടക്കാർക്ക് അല്ലെങ്കിൽ തട്ടിപ്പുകാർക്ക് വായ്പയായി നൽകിയിട്ടുണ്ട്. ഈ വായ്പയുടെ കമ്മീഷനാണ് പാർട്ടിയുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുള്ളത്. അത് കോടികൾ വരും എന്നാണ് ED പറയുന്നത്. മാത്രമല്ല, മെമ്പർമാരുടെ സംഭാവന, നോമിനേറ്റഡ് മെമ്പർമാരുടെ സംഭാവന എന്ന രീതിയിലും ഈ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടുണ്ട്. സഹകരണ ബാങ്കുകളിൽ പാർട്ടി നിയോഗിക്കുന്ന മെമ്പർമാരുണ്ട്. ആ മെമ്പർമാർ പാർട്ടിക്ക് ഒരു വിഹിതം നൽകുന്നുണ്ടായിരുന്നു എന്നാണ്. അതായത് അവർ ആ ബാങ്കിൻ്റെ ബോർഡിലിരുന്ന് വാങ്ങുന്ന കമ്മീഷൻ, വാങ്ങുന്ന അഴിമതി പണം, ഇതിൻ്റെ ഒരു ഭാഗം പാർട്ടി അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പണമാണ് പാർട്ടിയുടെ ഈ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വന്നത്. അങ്ങനെ 10 വർഷത്തിനുള്ളിൽ CPIM-ൻ്റെ ദുരൂഹമായ അല്ലെങ്കിൽ രഹസ്യമായ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വന്നത് 100 കോടിയിലധികം രൂപയാണ് എന്ന് ED ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതുപയോഗിച്ചുകൊണ്ട് പാർട്ടി പലതരത്തിലുള്ള ചെലവുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാർട്ടിയുടെ വട്ടച്ചെലവുകളെല്ലാം നടത്തിയിരുന്നത് ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ്. പാർട്ടി സമ്മേളനങ്ങൾ അത്യാഡംബരപൂർവ്വം നടത്തിയിരുന്നത് ഈ പണം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. പാർട്ടിക്ക് വേണ്ടി ഭൂമിയും കെട്ടിടങ്ങളും ഈ പണം ഉപയോഗിച്ചു വാങ്ങി. മാത്രമല്ല, പാർട്ടി ഈ പണത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് ചെലവുകളും നടത്തി എന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ യാതൊരുവിധ മുന്നേറ്റവും ഇല്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിനെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. മാത്രമല്ല, EDയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്ന CPM നേതാക്കന്മാരടക്കമുള്ളവരെ പ്രതി ചേർത്ത് എത്രയും പെട്ടെന്ന് കേസെടുക്കാനും കോടതി ക്രൈംബ്രാഞ്ചിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ EDയുടെ റിപ്പോർട്ട് കൂടി ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ മറ്റൊരു വിഷയം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കുന്ന വരുമാനങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ആ വെളിപ്പെടുത്തൽ CPM നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ED തന്നെ കണ്ടെത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഈ വിവിധ ഏരിയ കമ്മിറ്റികൾ, അതായത് 17ഓളം ഏരിയ കമ്മിറ്റികളുടെ 25ഓളം അക്കൗണ്ടുകൾ 2023 സാമ്പത്തിക വർഷത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും CPM മറച്ചുവെച്ചു എന്നും ഒരു അതീവ ഗുരുതരമായ റിപ്പോർട്ട് കേരള ഹൈക്കോടതിയിൽ ED നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ EDയുടെ ഈ റിപ്പോർട്ട് പരിഗണനയിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ EDയുടെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് തീർച്ചയായും ആ ഹർജിയുടെ അല്ലെങ്കിൽ ആ ഹർജി കൊടുത്ത അല്ലെങ്കിൽ ആ ഹർജിക്കാരൻ്റെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതായത് കരുവന്നൂർ
കേസ് അന്വേഷിക്കാനായി കേന്ദ്ര ഏജൻസിയായ CBI വരാനുള്ള സാധ്യത ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. ഉന്നതരായ CPM നേതാക്കളെല്ലാം തന്നെ CBI അന്വേഷണത്തിൽ കുടുങ്ങാനുള്ള സാധ്യതയുമുണ്ട്. അതായത് മാസപ്പടി കേസിനോടൊപ്പം തന്നെ കരുവന്നൂർ കേസിലും മൾട്ടിപ്പിൾ സെൻട്രൽ ഏജൻസികളുടെ അന്വേഷണം വരാൻ പോകുന്നു എന്ന് സാരം. ദില്ലിയിലും അതുപോലെ തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളിലും ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിലുമെല്ലാം മുഖ്യമന്ത്രിമാർക്കെതിരെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണത്തിനെതിരെ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. കേരളത്തിലും സമഗ്രമായ അന്വേഷണം തന്നെ നടത്തുന്നു. വളരെയധികം സമയമെടുത്ത് തെളിവുകൾ കൃത്യമായി ശേഖരിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിലായി വിവിധ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസിൽ ഒടുവിൽ പാർട്ടിയിലെ ആരൊക്കെ കുടുങ്ങും, മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നതന്മാർ കുടുങ്ങുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിലുപരി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ ഗുരുതരമായ ലംഘനം ഉണ്ടാക്കിയ പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. നിയമപ്രകാരം നടപടിയെടുത്താൽ CPIM-ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. അതും ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാവുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.